മൂന്നാർ ദേവികുളം ഫാക്ടറി ഡിവിഷനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി പടയപ്പ. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് RRT സംഘമെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം സൈലന്റ് വാലി ഡിവിഷനിൽ ആന വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു. മുഹമ്മദ് ആഷിഖ് വീണ്ടും ചേരുന്നു. ആഷിഖ്, പടയപ്പ വീണ്ടും ഇറങ്ങി പരാക്രമം കാണിക്കുന്നു. ഇന്നെന്താണ് ഉണ്ടായത്? സെഫുദ്ദീൻ, ദൃശ്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി തന്നെയും പറയും. അതിന്റെ ഒരു ഭീകരത ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീടുകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലേക്ക് നീളൻ കൊമ്പുകളുമായി ഒരു കാട്ടുകൊമ്പനായിട്ടുള്ള പടയപ്പ എത്തുമ്പോൾ വലിയ ആശങ്കയിലാണ് മൂന്നാറിലെ ദേവികുളം ഡിവിഷൻ ഫാക്ടറി ഡിവിഷനിലുള്ള ആളുകൾ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സൈലന്റ് വാലി ഡിവിഷനിൽ വലിയ നാശനഷ്ടങ്ങൾ ഈ പടയപ്പ സൃഷ്ടിച്ചിരുന്നു. ഒരു വീട് പൂർണ്ണമായും തകർക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ പകലാണ് ഈ പടയപ്പ ദേവികുളം ഫാക്ടറി ഡിവിഷനിലേക്ക് എത്തിയത്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാക്കിയില്ല. ദീർഘനേരം വീടുകളോട് ചേർന്നുള്ള പ്രദേശത്ത് വന്ന് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതായാലും പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിവരം അറിയിക്കുകയും ഇവരെത്തി ആനയെ അവിടുന്ന് തുരത്തുകയുമാണ് ചെയ്തത്. പലപ്പോഴും ഈ ജനവാസ മേഖലയോട് വളരെ ചേർന്ന് വളരെ ശാന്തരായി നിൽക്കാറുള്ള ആനയാണ് പടയപ്പ. പക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും പടയപ്പയുടെ ആക്രമണങ്ങൾ ഉണ്ടാവുക. ഇത് നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ആനയെ എങ്ങനെ തുരത്തും എന്നുള്ളതിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ ഘട്ടത്തിലും വനം വകുപ്പിനില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആനയെ കാട്ടിലേക്ക് തുരത്തുന്നു, വീണ്ടും മറ്റൊരു മേഖലയിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ആനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചടക്കം ആശങ്ക വനം വകുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അക്രമാസക്തനായ സ്വഭാവത്തിലേക്ക് ആന കടന്നുപോയാൽ ജനവാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഏതായാലും ആനയെ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള ദീർഘകാലമായുള്ള ആവശ്യം ആവർത്തിക്കുകയാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഇന്നലെ പകലാണ് ദേവികുളം ഫാക്ടറി ഡിവിഷനിൽ പടയപ്പ എന്ന കാട്ടാന വീടുകൾക്ക് സമീപത്ത് എത്തിയത്. സൈഫുദ്ദീൻ. ശരി ആഷിഖ്.